ओके अब ഞാൻ ദാ ഇവരുടെ കിച്ചണിൽ വന്നിട്ടുണ്ട് भैया मैं बहुत भूख लगी है Yes. हां व्हाट आर यू मेकिंग आप क्या बनाया मलाई कोफ्ता. मलाई कोफ्ता എന്ന് പറയുന്ന ഡിഷ് ആണ് നമുക്കായിട്ട് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് ये क्या क्या इंग्रेडिएंट्स है ये पनीर है ये पनीर കാജു किशमिश ഓക്കെ പനീറും കശുവണ്ടിയും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയാണ് ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ये क्या है കിച്ചൺ കിങ് മസാല അത് ഇവരുടെ മസാല കേട്ടോ അത് കേരളത്തിൽ കസ്തൂരി മേത്തി ഓക്കെ ഇത് ഇന്നലെ നമ്മൾ ജയ്പൂർ വെച്ചിട്ടൊരു ഡിഷ് തവാത്തുക്കിൽ പോയപ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു കസ്തൂരി മേത്തിയൊക്കെ ഇട്ടിട്ട് അതാണ് സംഭവം അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പനീർ കശുവണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇവരുടെ മസാല കിങ് ഹേന സംഭവം ഇട്ടിട്ട് നല്ലപോലെ ഉരുട്ടി ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ये करी है ये डिश का नाम मलाई कोफ्ता ये करी है ഇതൊരു കറിയാണ് കേട്ടോ അപ്പം മലൈ കോപ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മലൈ കോപ്ത എന്ന് കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ലിജോ സാറിൻ്റെ മലൈക്കോട്ടെ വാലിബനാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ നിങ്ങളെ ആ സെറ്റിൽ കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നാലും പോവാം എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ലാലേട്ടൻ കാണാമല്ലോ ഓ സാധനം ഇട്ടതാണ് കേട്ടോ സബ് ഓയിൽ സോയ ഓയിൽ ഹേ ഇവിടെ എല്ലാ ഓയിൽ ഇവർ ഉപയോഗിക്കുന്ന എണ്ണയും സോയാബീനിൻ്റെ എണ്ണയാണ് കേട്ടോ ആ ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള തക്കാളി കാഷ്നട്ട് പിന്നെന്താ മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും സാധനങ്ങൾ നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയതാണ് ഭയങ്കര നല്ല ഫ്ലേവറും അതേപോലെ തന്നെ നല്ല മണവും തരും നമ്മൾ എന്ത് ഉണ്ടാക്കുവാണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ അമ്മ പരിപ്പ് കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കിച്ചടി ആക്ച്വലി നമുക്കും വീട്ടിലുണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവരെങ്ങനെയാണ് കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തൈരിനേക്കാളും ഭയങ്കര വ്യത്യാസം കേട്ടോ ഇത് ഇതാ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കിച്ചടി റെഡി ആയി കഴിഞ്ഞു ദാൽ കിച്ചടി അത് സ്പൈസി കിച്ചടി ആട്ടോ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കിച്ചടി റെസിപ്പി ആക്ച്വലി ഭയങ്കര ഈസിയാണ് നമ്മൾ കണ്ട പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഭയങ്കര ഈസിലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സംഭവമാണ് ഈ കിച്ചടി ഈ ദാൽ കിച്ചടി പൊതുവെ നമ്മൾ സൗത്ത് ഇന്ത്യൻസും വീടുകളിലൊക്കെ ഇടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട് പക്ഷേ ഇത് രാജസ്ഥാനിൽ വന്ന് രാജസ്ഥാൻ്റെ സ്പെഷ്യൽ ദാൽ കിച്ചടി എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്പെഷ്യൽ തന്നെയാണ് സ്പൈസി ദാൽ കിച്ചടി ആട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പൈസിൻ്റെ രുചി നല്ലോണം അറിയുന്നുണ്ട് സാധാരണ ദാൽ കിച്ചടി പ്രിപ്പയർ ചെയ്യുമ്പം ഇത്ര സ്പൈസ് വയ്ക്കാറില്ല ഇത് ഈ ജയ്സാൽമീനിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് സ്പൈസി ദാൽ കിച്ചടി പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽ നല്ലപോലെ ഗ്രൈൻഡായിട്ടുണ്ടാവും നല്ലോണം അരഞ്ഞിട്ട് പേസ്റ്റ് പോലെ ഉണ്ടാവണം ഒരുപാട് കട്ടയല്ല എന്നാൽ ഭയങ്കര ലിക്വിഡിയല്ല അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത്